ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലേറ്റാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വീഡിയോ മാത്രമേ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി ഒരു ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വരുന്ന നാളത്തെ ഗൂഗിൾ മീറ്റിൽ ആ വീഡിയോയും ഇന്നത്തെ ഈ ചെറിയ പോർഷനും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരിക ഡിസ്കഷന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള പോർഷനിലെ ഒരു ചെറിയ പാർട്ട്, അതായത് നോൺ റിഫ്ലക്റ്റിംഗ് ഫിലിംസ് എന്നുള്ള പാർട്ടാണ്. Here we will see how to reduce the reflectivity of thin film surfaces. So, ഇതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, we have to consider a light beam propagating in a medium of refractive index n1, and it is incident normally on a dielectric of refractive index n2. Let R and A, ഇവിടെ നിങ്ങൾക്ക് ആറും എയും കാണാം. ഈ ആർ എ എന്ന് പറയുന്നത് ആർ എൻ എ ദ ആംപ്ലിറ്റ്യൂഡ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് റിഫ്ലക്ഷൻ ആണ് ആറ്, ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ആണ് ടി. ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ടി ഇവിടെ കാണാം. ആറ് റിഫ്ലക്ഷൻ, ആംപ്ലിറ്റ്യൂഡ് റിഫ്ലക്ഷൻ, ടി ഈസ് ദ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ആറിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. R is equal to n1 minus n2, refractive index of first medium minus refractive index of second medium by n1 plus n2, and t എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. അതിനുള്ള ഇക്വേഷൻ 2n1 by n1 plus n2. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഈ ലൈറ്റ് ബീം പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. So it is incident on a refractive index, medium of refractive index n1 ആണ്. So the amplitude reflection coefficient r dash and amplitude transmission coefficient t dash is given by r dash is equal to n2 minus n1 by n2 plus n1. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും t dash അതായത് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റിനുള്ള ഇക്വേഷൻ t dash is equal to 2n1 by n2 plus n1 എന്ന് കൊടുക്കുക. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3 ന്ന് നമുക്ക് r dash is equal to n1 r dash, ആറിനുള്ള ഇക്വേഷൻ നോക്കുക. അതാ ഇതന്നെ, ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണത്, അല്ലെങ്കിൽ മൈനസ് ഓഫ് ആർ. ദിസ് ആർ ഡാഷ് ഇസ് മൈനസ് ഓഫ് ആർ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും ഇറ്റ് ഗിവ്സ് ദ ഫ്രാക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് ഓർ റിഫ്ലക്റ്റിവിറ്റി. ആർ സ്ക്വയർ അല്ലെങ്കിൽ ഇത് ആർ എന്താണ് നമ്മൾ പറഞ്ഞു, ആർ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് റിഫ്ലക്ഷൻ. അതിൻ്റെ സ്ക്വയർ, ആർ സ്ക്വയർ ഇൻറ്റൻസിറ്റി ബന്ധപ്പെട്ടൊരു ടേമാണ്, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ റിഫ്ലക്റ്റിവിറ്റി ആർ അതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ ദി ക്യാപിറ്റൽ ലെറ്റർ ആർ. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു n1 മൈനസ് n2 ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ. ഇതാണ് ഇത്രയേ ഉള്ളൂ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസസ് എന്നുള്ള പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പോർഷൻ, റിഡക്ഷൻ ഓഫ് interference by a film with two non-parallel reflecting surfaces. അതിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ വെഡ്ജ് ഷേപ്ഡ് ഫിലിംസിൽ എങ്ങനെയാണ് ഇൻ്റർഫറൻസ് എന്ന ഫിനോമിന നടക്കുന്നത്. ടു നോൺ പാരലൽ റിഫ്ലക്റ്റിംഗ് സർഫസസ് ആണ്. അതിനൊരു വെഡ്ജ്, നമ്മൾ എയർ വെഡ്ജ് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അതേപോലെ കൺസിഡർ വെഡ്ജ് ഷേപ്ഡ് തിൻ എയർ ഫിലിം. സോ ദിസ് വെഡ്ജ് ഷേപ്ഡ് തിൻ എയർ ഫിലിമിൻ്റെ ഡയഗ്രം നോക്കുക. ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ അത് ഒരു വെഡ്ജ് ഷേപ്ഡ് തിൻ എയർ ഫിലിമാണ്. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടു പ്ലെയിൻ സർഫസസ്. അത് ഒന്ന് OA ആൻഡ് OB. അത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ്. ഇത് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ദി തിക്നെസ് ഓഫ് ദി ഫിലിം ഗോസ് ഓൺ ഇൻക്രീസിങ് ഫ്രം O ഓൺവേർഡ്സ്. O എന്നിങ്ങോട്ട് പോകുന്നതോറും അത് കൂടിക്കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ബീം ഇതിലേക്ക് വരികയാണ്. പാരലൽ ബീം ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ സച്ച് എ ഫിലിം. The ray reflected from upper and lower surface of the film interfere. These two beams reflected from upper and lower surface of the film interfere. This beam interfere and produce fringes. These fringes are straight and are formed parallel to the edge of the film. So this is the procedure. What is the phenomenon happening here? Light beam interfering, reflecting from upper and lower surface of the film.
they interfere and produce the fringes. So these fringes are straight and are formed parallel. So നമുക്കറിയാം the path difference between the reflected rays from a thin film നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറിയാം പഠിച്ചതാണ് 2nt cos r minus lambda by 2 ആണ് path difference between the two thin ഫിലിമിൻ്റെ രണ്ട് അപ്പർ സൈഡിൽ നിന്നും ലോവർ സൈഡിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് വരുന്ന ട്രേകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 2nt cos r minus lambda by 2 ആണ്. So if you are observing the reflected ray only in vertical direction, but like here, then I will be small and consequently r will also be small, and we can take cos r approximated to 1. Therefore the path difference between the reflected ray is equal to 2nt cos r 1 എന്ന് കൊടുത്താൽ 2nt minus lambda by 2 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം, അതേപോലെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് 2nt minus lambda by 2 n lambda ആവണം, അല്ലെങ്കിൽ 2nt is equal to n plus half into lambda എന്ന് വരണം. അതാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. സോ വി ഒബ്സർവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് അറ്റ് ഓൾ പ്ലേസ് വിച്ച് സാറ്റിസ്ഫൈ ദിസ് condition. For destructive interference 2nt minus lambda by 2 is equal to 2n minus 1 into lambda by 2 അല്ലെങ്കിൽ 2nt ഈ lambda by പോയിട്ട് 2nt is equal to n lambda എന്ന് കിട്ടും. അതായത് നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻസിലെല്ലാം നമുക്ക് ഡാർക്ക് ഫ്രിഞ്ചസ് ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് wherever this condition satisfies. ഇതാണ് വേറൊരു പോർഷൻ, അതായത് ഇന്റർഫറൻസ് ബൈ എ ഫിലിം ഓഫ് ടു നോൺ പാരലൽ സർഫസസ്. എയർ വെഡ്ജ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ചെയ്യാനുണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ, അത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ വെഡ്ജ് ഷേപ്ഡ് ഫിലിം. സോറി, ഈ വെഡ്ജ് ഷേപ്ഡ് ഫിലിമിൻ്റെ കേസിൽ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബീറ്റ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു എയർ ബ്രിഡ്ജ് കൺസിഡർ ചെയ്യുന്നു. അതിൽ സപ്പോസ് nth ഡാർക്ക് ഫ്രിഞ്ച് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് xn ഫ്രം O. സോ t by xn is equal to tan theta. T is the thickness and thickness is by xn. This xn is the distance from O. t by xn is equal to tan theta എന്ന് കിട്ടും, അല്ലെങ്കിൽ t is equal to xn tan theta എന്ന് കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ 7 ഒന്ന് നോക്കുക. ഇക്വേഷൻ 7 ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ ആയിരുന്നു. അത് 2nxn tan theta എന്ന് വരും. 2n ടിക്ക് ഇവിടെ ഇത് കൊടുക്കുക, ടിക്കുള്ള ഇക്വേഷൻ അവിടെ കൊടുത്താൽ 2nxn tan theta is equal to n lambda എന്ന് കിട്ടും. അതേപോലെ n+1 ഇത് xn ഡിസ്റ്റൻസിലുള്ള ഒരു nth ഡാർക്ക് ഫ്രിഞ്ച് ആണ്. ഇനി n+1th ഡാർക്ക് ഫ്രിഞ്ചിനുള്ള ഇക്വേഷൻ ഇവിടെ xn എന്നുള്ളത് xn+1 നോക്കും, അതേപോലെ n എന്നുള്ളത് n+1 ആക്കുക. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും 9. 9ൽ നിന്ന് 8 കുറച്ചാൽ ഇക്വേഷൻ 9 നിന്ന് ഇക്വേഷൻ 8 കുറച്ചാൽ 2n tan theta ഇൻറ്റു xn+1 മൈനസ് xn എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ xn+1 മൈനസ് xn എന്ന് പറയുന്ന ടേമിനെയാണ് ബീറ്റ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. സോ xn+1 മൈനസ് xn ഈസ് ബീറ്റ, ഈസ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്. സോ 2n tan theta ബീറ്റ is equal to ലാംഡ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബീറ്റ is equal to ലാംഡ ബൈ 2n tan theta എന്ന് എഴുതാം. തീറ്റ സ്മോൾ ആണെങ്കിൽ വി ക്യാൻ അപ്രോക്സിമേറ്റ് tan theta ടു തീറ്റ. ഇൻ ദാറ്റ് കേസ് ബീറ്റ is equal to ലാംഡ ബൈ 2n theta എന്ന് കിട്ടും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ ദിസ് ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ തിക്നെസ്. ദാറ്റ് മീൻസ് ആ ഫ്രിഞ്ച് വിഡ്ത്ത് ഇതിൻ്റെ ഇക്വേഷനിൽ ടി ഇല്ല, തിക്നെസ് ഇല്ല. സോ ദ ഫ്രിഞ്ചസ് ആർ ഓഫ് all fringes are of equal thickness, and this fringe width increases with it is directly increases in direct proportion to lambda and inverse proportional to wedge angle theta. If we determine beta for any given wavelength lambda, we can determine the angle of the wedge. അതാണ് ഈ ആംഗിൾ ഓഫ് ദി വെഡ്ജ് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിനാണ് പർട്ടിക്കുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ഉള്ളത്, അത് ഒരു പോയിന്റ്. അതേപോലെ ഇത് തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമായിട്ടും മനസ്സിലാവുന്നു. നെക്സ്റ്റ് നമുക്ക് ഒരു തിൻ ഫിലിംസിൽ കളറുകൾ കാണപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് ഞാൻ ജസ്റ്റ് പറയാം. അതായത് അതൊരു സാധാരണ ഫിനോമിനാണ്. തിൻ ഫിലിം ഓഫ് ഓയിൽ അല്ലെങ്കിൽ വാട്ടർ സർഫസ്, ഓയിൽ സ്പ്രെഡ് ഓൺ റോഡ്സ്, ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. സോപ്പ് ബബിൾ, ഇതിലൊക്കെ കാണുന്ന
തിൻ ഫിലിംസ് കളേഴ്സായിട്ട് കളറുള്ളതായിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഇറ്റ് ഈസ് വ്യൂഡ് അണ്ടർ എക്സ്റ്റൻഡഡ് സോഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് ഓർ സൺലൈറ്റ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ബ്യൂട്ടിഫുള്ളി കളേർഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫിനോമിന ഓഫ് ഇൻ്റർഫറൻസ്. ബിക്കോസ് അത് നമ്മൾ കാണുന്നത് ഈ ഡിഫറെൻറ്റ് റീജിയൻ, ഈ ഫിലിമിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളിലാണ് കാണുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് ആംഗിൾ ആൻഡ് തിക്നെസ് ഓഫ് ദി ഫിലിം, a particular wavelength in white light may satisfy the condition for constructive interference or destructive interference. നമ്മളിപ്പോൾ കണ്ട പോലെ അത് ചിലപ്പോൾ ഡിസ്ട്രക്റ്റീവ് ആവാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആവാം. അത് നമ്മൾ കാണുന്ന ഓരോ ഈ പാർഷ്യൻ റീജിയൻ ഓഫ് ദി ഫിലിം നമ്മൾ കാണുന്നത് ഡിഫറെൻറ്റ് ആംഗിൾസിലാണ്. ആ ആംഗിൾ ആൻഡ് തിക്നെസ്, ഇത് രണ്ടിനെയും, അത് തിക്നെസ് ഓഫ് ദി ഫിലിം, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കണ്ടീഷൻ കൺസ്ട്രക്റ്റീവ് ആണ്, ഡിസ്ട്രക്റ്റീവ് ആണ്, ഇൻ്റർഫറൻസ് നടക്കുന്നത് നോക്കുക. അപ്പോൾ ഈ കളേഴ്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ റീജിയൻ. പക്ഷേ ദ കളേഴ്സ് വിച്ച് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദാറ്റ് റീജിയൻ ആൻഡ് ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് കോംപ്ലിമെൻ്ററി കളേഴ്സ് ഈസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് റീജിയൻ. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന റീജിയനിൽ ചില കളേഴ്സ് അപ്പിയർ ആവും. അത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി കളർ ഈസ് പ്രസൻറ്റ് ഇൻ ഈച്ച് റീജിയൻ. So different region appears to be like different colors. Different points on the film appears in different colors depending upon the angle of reflected light coming to the observer's eye from that point. As the observer changes his position, the thickness and the angle of reflected light vary from point to point. These different colors, therefore the different colors are seen in the thin films of this type of oil in oil on rod or soap bubble etc. are showing different colors in different points because of this. As this observer നമ്മൾ നോക്കുമ്പോൾ ഇതിനെ തല മാറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ മാറുമ്പോൾ അതിൻ്റെ തിക്നെസ്, നമ്മൾ കാണുന്ന ഇതിൻ്റെ തിക്നെസ് മാറും. സോപ്പ് ബബിളുടെ ആയാലും ഇതെല്ലാം അതേപോലെ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് റേ അതും വേരി ചെയ്യും. അതുകൊണ്ടാണ് ഈ കളേഴ്സ് ഇൻ തിൻ ഫിലിംസ് കാണുന്നത്. പക്ഷേ ഈ തിക്ക് ഫിലിമാണെന്ന് വെച്ചു അതിൽ കളേഴ്സ്, no colors will be visible in thick films. So because increasing the thickness of the film causes the reflected ray get far apart from each other. So അതാണ് ഇതിനുള്ള മെയിൻ റീസൺ. തിക്ക് ഫിലിം ആണെങ്കിൽ നമുക്ക് ആ കളേഴ്സ് ഈ കാണുന്ന ഈ സോപ്പ് ബബിളിലും അതേപോലെ റോട്ടിലെ ഓയിലിൽ കാണുന്ന ഒരു പാറ്റേൺ നമുക്ക് കിട്ടില്ല. ബിക്കോസ് increasing the thickness of the film causes reflected ray to get far apart from each other. So interference ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള സാധ്യത അവിടെ ഇല്ല. അതാണ് ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് ന്യൂട്ടൺസ് റിംഗ് എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ അതെല്ലാം അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിൻ്റെ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ്സ് ക്യാൻ ബി ആൾസോ ഫൗണ്ട് ഔട്ട് യൂസിങ് ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റ്, അതെല്ലാം അടുത്ത ക്ലാസ്സിലെ വീഡിയോയിൽ പറയാം. ഈ നാളത്തെ ഇൻ്റർഫെറോമീറ്റേഴ്സ് എന്താണെന്ന് പറയാനുണ്ട്, മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ പഠിക്കാനുണ്ട് നമുക്ക്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമുക്ക് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ഇറക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ബാലൻസ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ടുമോറോ വി ഹാവ് ടു ഡിസ്കസ് ദാറ്റ് വീഡിയോ ആസ് വെൽ ആസ് ദിസ് വീഡിയോ. പ്ലീസ് ടു ബി പ്രിപ്പയർഡ് ഫോർ ടുമോറോസ് ഗൂഗിൾ മീറ്റ് അറ്റ് മോർണിംഗ്. I will inform you the time. So sorry for the delay in the uploading of this video. Thank you for watching.